ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു നോ വാട്ട് ഈസ് ഓസിലേഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് എ ഫിക്സ്ഡ് പൊസിഷൻ ഓർ എക്വിലിബ്രിയം പൊസിഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബോഡി റെസ്റ്റിലിരിക്കുന്ന പൊസിഷനെയാണ് നമ്മൾ എക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡാംഡ് ഹാർമോണിക് ഇതിന് ഹാർമോണിക് എന്ന പേര് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഓസിലേഷൻസ് നമുക്കറിയാം പീരിയോഡിക് മോഷനാണ്, റിപ്പീറ്റിംഗ് മോഷനാണ്, റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസാണ് ഈ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസായ ഹാർമോണിക് ഫങ്ഷൻസായ സൈൻ, കോസ് ഈ ഫങ്ഷൻസ് കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഹാർമോണിക് എന്ന് പറയുന്നത്, ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ ആണ്. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് പറയാം. സ്പെഷ്യൽ കേസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു കാര്യമുണ്ട്, വിച്ച് ഇസ് ദ സിമ്പിൾ പെൻഡുലം, മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അത് ഓസിലേഷൻ ആണ്, നമുക്കറിയാം ഓസിലേഷൻ ആണ്, ആൻഡ് അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനുമാണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഫോഴ്സ്, റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയും. എല്ലാ ടൈപ്പ് ഓഫ് ഓസിലേഷനിലും നമുക്ക് റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. ആ റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓപ്പോസിറ്റ് ഡിറക്ഷനെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു മൈനസ് കൂടെ അവിടെ ഇടും. അപ്പോൾ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്, വെർ എക്സ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എല്ലാ ഓസിലേറ്റിംഗ് ബോഡിയിലും അല്ലെങ്കിൽ ഓസിലേഷൻ മൂവ്മെൻറ്റിലും ഈ റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്, ദാറ്റ് വിച്ച് ഹെൽപ്സ് ദ ബോഡി ടു ഓസിലേറ്റ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ട്രിങ് ആണ്, ഒരു സ്ട്രിങ് കാണും വിച്ച് ഇസ് ടൈഡ് ടു എ മെറ്റൽ ബോബ് ലൈക്ക് ദിസ്, ആൻഡ് വി ഡിസ്പ്ലേസ് ദിസ് ബോബ് ടു വൺ എൻഡ്, എന്നിട്ട് നമ്മളതിനെ റിലീസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് മൂവ് ചെയ്ത് ഇവിടെ വരും, തിരിച്ച് അതിൻ്റെ റെസ്റ്റിംഗ് പൊസിഷനിൽ വരും, വിച്ച് ഇസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ആൻഡ് ബിക്കോസ് ഓഫ് ദി റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇത് വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും ഓസിലേറ്റ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ദെൻ അഗെയിൻ ദിസ് ഗോസ് ഓൺ കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇവിടെ സിമ്പിൾ പെൻഡുലം എയറിലാണ് മൂവ് ചെയ്യുന്നത്. എയറിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഓസിലേഷൻ, ഈ ടു ആൻഡ് ഫ്രോ മോഷൻ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ എക്സ്ട്രീം പൊസിഷനിലേക്ക്, ഫിക്സഡ് പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എക്സ് മാക്സ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിന് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സാധാരണ സിമ്പിൾ പെൻഡുലം നമുക്കറിയാം കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി പോകും. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തെ നമ്മൾ വാക്വത്തിലാണ് വെക്കുന്നതെങ്കിൽ ഈ ഓസിലേഷൻ ഒരിക്കലും ഇല്ലാതാവില്ല, അതായത് ആംപ്ലിറ്റ്യൂഡ് നെവർ ഡൈസ് ഓഫ്. അങ്ങനെയുള്ള ഓസിലേഷനെ നമ്മൾ ഫ്രീ ഓസിലേഷൻ എന്ന് പറയും. ഫ്രീ ഓസിലേഷൻ്റെ ഒരു ടൈപ്പാണ് ഈ ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡ് എന്താണോ ആദ്യം നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രീം പൊസിഷൻ ഏതാണോ ആ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും അത് 0 പൊസിഷനിലേക്ക് വരില്ല. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു കേസ് ആക്ച്വലി ഇല്ല, ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇല്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡുലമാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് നമുക്കറിയാം എയറിലാണത് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പം എയറിൻ്റെ ഫ്രിക്ഷൻ കൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ ഓസിലേഷൻ 0 ആയി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിനെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, ഏകദേശം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഓസിലേഷൻ്റെ അടുത്ത് വരുന്നൊരു കേസാണ് നമ്മൾ ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. എന്നാലും അത് കറക്റ്റ് ഡെഫിനേഷൻ അല്ല. ഫ്രീ ഓസിലേഷൻ കറക്റ്റ് അത് വാക്വത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫ്രീ ഓസിലേഷൻ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിനെ ഞാനൊരു ഓയിൽ ക്യാനിൽ ഡിപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ വി ക്യാൻ സീ ഇതിൻ്റെ ഓസിലേഷനെ അത് ബാധിക്കും, അല്ലേ? ഇതിൻ്റെ ഓസിലേഷൻ അത് കുറയും. എങ്ങനെ കുറയും? ഇതിനെ ഞാൻ ഈ ഓയിലിൽ വെച്ചിട്ടാണ് ഇതിനെ ഒരു സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ബോബ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ അതിൻ്റെ എക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരൂ.
ആൻഡ് അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് അയാൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ സ്പീഡ് കുറച്ച ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഓയിലിൻ്റെ വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി അല്ലേ. അപ്പോൾ വിസ്കോസിറ്റിയെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡാമ്പിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഡിസിപ്പേറ്റീവ് ഫോഴ്സ്. എയറിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഡിസിപ്പേറ്റീവ് ഫോഴ്സ് തന്നെയാണ്. ആൻഡ് വിസ്കോസിറ്റി എന്ന് പറയുന്നതും ഡിസിപ്പേറ്റീവ് ഫോഴ്സാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കോസിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിൻ്റെ ഓസിലേഷൻ്റെ വെലോസിറ്റി കുറയുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇൻ സിമ്പിൾ വേർഡ്സ് വി ക്യാൻ സേ സ്പീഡ് കുറയുന്നതായിട്ട് കാണാം. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ സ്പീഡ് കുറയുന്നതായിട്ട് കാണാം. ആൻഡ് വി ക്യാൻ സേ ആ സ്പീഡ് കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഡാമ്പിങ് ഫോഴ്സസ് അല്ലെങ്കിൽ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആണ്. അങ്ങനെയുള്ള ഓസിലേഷനെയാണ് വി കോൾ ഇറ്റ് ആസ് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറിംഗ് ഫോഴ്സ്. ഞാൻ പറഞ്ഞു എല്ലാ ഓസിലേറ്റിംഗ് ബോഡിയിലും റെസ്റ്റോറിംഗ് ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റോറിംഗ് ഫോഴ്സാണ്. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ആക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റോറിംഗ് ഫോഴ്സാണ്. റെസ്റ്റോറിംഗ് ഫോഴ്സ് F which is directly proportional to x in the opposite direction. എന്ന് വെച്ചാൽ ഫോഴ്സ് കൂടിയ ഡിസ്പ്ലേസ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക്, എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനാണെന്ന് പറയുന്നത്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മൈനസ് എക്സ് where x is the displacement. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം, which is F is equal to മൈനസ് ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് ഞാനിവിടെ ചേർക്കുകയാണ്, സി ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. വേറെ സി ഇസ് കോൾഡ് ആസ് ദ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫോഴ്സ്. ഇനി രണ്ടാമത്തെ ഫോഴ്സ്, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ആക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫോഴ്സാണ്. ഡാമ്പിംഗ് ഫോഴ്സ് വിച്ച് ഇസ്, ഇതിന് നമുക്ക് F1 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് F2 എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഇപ്പം ഡാമ്പിംഗ് ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കുറയും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. വെലോസിറ്റി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. dx/dt ഇസ് വെലോസിറ്റി. ഇവിടെയും ഫോഴ്സ് കൂടുമ്പോൾ, ഡാമ്പിംഗ് ഫോഴ്സ് കൂടിയാൽ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് സൈൻ കൂടെ ഇടാം. അപ്പോൾ F ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് dx/dt. ഡാമ്പിംഗ് ഫോഴ്സ് കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു. അതായത് വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതിനേക്കാൾ, സിമ്പിൾ പെൻഡുലം ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ സ്ലോ ആയിരിക്കും അത് ഒരു ഓയിൽ ക്യാനിൽ ഡിപ്പ് ചെയ്തിട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. അപ്പം F2 ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് dx/dt. ഇതാണ് രണ്ടാമത്തെ ഫോഴ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം, where F is equal to, അല്ലെങ്കിൽ F2 is equal to മൈനസ് ഓഫ് B എന്നൊരു കോൺസ്റ്റൻറ്റ് ചേർക്കാം, ഇൻറ്റു dx/dt, where B is called as the damping coefficient എന്ന് പറയും, BA. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് ആണ് ഒരു ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം, ഈ സിസ്റ്റത്തിലുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ്. സോ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ഇസ് F ഇസ് ഈക്വൽ ടു F1 പ്ലസ് F2 എന്ന് നമുക്ക് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് Cx മൈനസ് ഓഫ് B ഇൻറ്റു dx/dt. ഇതാണ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവായിട്ടാണ് കിടക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡെറിവേറ്റീവായിട്ടുള്ള ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ എഫ് ആണ്. അപ്പോൾ ആ എഫിനെയും കൂടി ഞാനിങ്ങനെ ഡിഫറൻഷ്യൽ ഫോമിൽ കൊണ്ടുവരാണ് ബൈ ന്യൂട്ടൺസ് ലോ, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു MA. ന്യൂട്ടൺസ് ലോയിൽ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്, വേർ ആക്സലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് the derivative of displacement as d square x by
dt സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഇതിനെ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് m ഇൻറ്റു d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് മൈനസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. ഇനി ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്, റീഅറേഞ്ച് ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ഈ രണ്ട് മൈനസ് ടേമിനെയും ഞാനങ്ങ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു ആൻഡ് അതിനോടൊപ്പം തന്നെ എം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ആസ് ഡി സ്ക്വയർ എക്സ് ബൈ ടി ടി സ്ക്വയർ, എം ഞാൻ ഓൾറെഡി ഡിവൈഡ് ചെയ്തു, പ്ലസ് ഈ ഡി എക്സ് ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇപ്പോൾ ബി അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ എം ഡി എക്സ് ബൈ ഡി ടി, ദെൻ അഗെയിൻ അടുത്ത ടേം ഇതാണ്, പ്ലസ് സി ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ എനിക്ക് കിട്ടി. ഒരു വെൽ സ്ട്രക്ചേർഡ് ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടി. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ബൈ എം ഡി എക്സ് ബൈ ഡി ടി പ്ലസ് സി ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഈ ബി ബൈ എം എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ബോഡിയാണ്. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, എം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ഞാൻ വേറൊരു കോൺസ്റ്റൻ്റ് ആക്കി മാറ്റുവാണ്. ദാറ്റ് ഈസ് ബി ബൈ എമ്മിനെ ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് 2k, where k is called as the damping factor എന്ന് പറയും. damping factor. ഓക്കെ. ആൻഡ് സി ബൈ എം എന്ന് പറയുന്നത് വീണ്ടും കോൺസ്റ്റൻ്റ് ആണ്. സി എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, ഡിവൈഡഡ് ബൈ മാസ് അഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെയും ഞാൻ ആ റേഷ്യോയ്ക്ക് ഞാൻ വേറൊരു രീതിയിൽ ഡിനോട്ട് ചെയ്യാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. വേർ ഒമേഗ ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി വിത്തൗട്ട് ഡാമ്പിംഗ് എന്ന് പറയാം. ഒമേഗ 0 എന്ന് ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുക്കാം. ഒമേഗ 0 സ്ക്വയർ വിച്ച് ഇസ് കോൾഡ് ആസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓർ ഫ്രീക്വൻസി വിത്തൗട്ട് ഡാമ്പിംഗ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2k dx by dt plus omega square x is equal to 0 എന്നൊരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് ആസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഒരു ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ യൂസിങ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദാറ്റ് ഇസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2k dx by dt പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ സാധാരണ എസ് ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷനിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് ഡാംഡ് ഹാർമോണിക് ഓസിലേഷനിൽ എപ്പോഴാണ് ഓസിലേഷൻ കാണിക്കുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഇതായിട്ടുള്ളൂ. ഏകദേശം 2 മാർക്സ് ഒക്കെ ഒരു എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതൊരു 2 മാർക്സ് അല്ലെങ്കിൽ 1.5 മാർക്സേ ഇവിടെ കിട്ടത്തുള്ളൂ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2k dx by dt പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2k dx by dt പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. സോ നൗ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട്, ഇപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇസ് ടു ഫൈൻഡ് ദ സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വി ഹാവ് ടു അസ്യൂം എ പോസിബിൾ സൊല്യൂഷൻ. എന്നിട്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാലിഡ് ആണോ എന്ന് നോക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ കിടക്കട്ടെ, അതിനൊരു ഇക്വേഷൻ നമ്പർ കൊടുക്കാം, വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 ആയി. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കുകയാണ്. സൊല്യൂഷൻ ഓഫ് ദിസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുക. സോ ഹിയർ ലെറ്റ് us assume that
the solution of this equation as x is equal to a e raised to alpha t എന്നൊരു സൊല്യൂഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. a e raised to alpha t. എയും ആൽഫയും അൺനോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ. ഇങ്ങനെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ പോസിബിൾ സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു ആൽഫ ടി. ഇനി ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ടി വൺസ്. അപ്പോൾ എനിക്ക് എ ആൽഫ ഇ റേസ് ടു ആൽഫ ടി എന്ന് എഴുതാം. എ കോൺസ്റ്റൻ്റ് ആണ്, അത് അതുപോലെ തന്നെ ഇട്ടു. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് എന്ന് തന്നെ വരും. അതിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് വരും അല്ലേ. ഇപ്പോൾ 2x ആണെങ്കിൽ 2 ഇ റേസ് ടു എക്സ് എന്ന് വരും, ഇ റേസ് ടു 2x എന്ന് വരും. അപ്പോൾ അതുപോലെ ഇപ്പോൾ എ ആൽഫ ഇ റേസ് ടു ആൽഫ ടി. ദെൻ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, ദാറ്റ് ഇസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിക്കുക. സോ ദിസ് ഗിവ്സ് എ ആൽഫ ഓൾറെഡി അവിടെ ഉണ്ട്. ഇ റേസ് ടു ആൽഫ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എഗെയിൻ ആൽഫ ഇ റേസ് ടു ആൽഫ ടി എന്ന് വരും. സോ എ ആൽഫ സ്ക്വയർ ഇ റേസ് ടു ആൽഫ ടി എന്ന് കിട്ടും നമുക്ക്. ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എക്സ് ഉണ്ട്, ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഉണ്ട്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിയർ വി ഹാവ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഡി എക്സ് ബൈ ഡി ടി ആൻഡ് എക്സ്. നൗ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് 3, 4 ആൻഡ് 5 ഇൻ 2. ഈ 3 വാല്യൂസും നമ്മളിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എ ആൽഫ സ്ക്വയർ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് 2k. ഈ കോൺസ്റ്റൻറ്റ് 2k എന്ന് തന്നെ എടുക്കണം. ബി ബൈ എമ്മിന് നമുക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റൻറ്റ് കൊടുക്കരുത്, 2k എന്ന് തന്നെ എടുക്കണം. 2k ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിക്ക് പകരം നമ്മൾ എ ആൽഫ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് ഒമേഗ 0 സ്ക്വയർ. സി ബൈ എമ്മിന് ഒമേഗ 0 സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഒമേഗ 0 സ്ക്വയർ എക്സിന് പകരം എ ഇ റേസ് ടു ആൽഫ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി എല്ലായിടത്തും കോമൺ ആയിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് എ ഇ റേസ് ടു ആൽഫ ടി ഇവിടെ ഉണ്ട്, ഇവിടെയും എ ഇ റേസ് ടു ആൽഫ ടി, ഇവിടെയും എ ഇ റേസ് ടു ആൽഫ ടി. അപ്പോൾ അതിനെ നമ്മൾ കോമൺ എടുക്കുക. എ ഇ റേസ് ടു ആൽഫ ടി എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് ഇനി ബാക്കി വരുന്നത് ദ ഫസ്റ്റ് ടേമിൻ്റെ അവിടെ ആൽഫ സ്ക്വയർ മാത്രം വരും, പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ അവിടെ 2k എ വരും, 2k ആൽഫ വരും, പ്ലസ് ലാസ്റ്റ് ടേമിൻ്റെ അവിടെ ഒമേഗ 0 സ്ക്വയർ എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് 2 ടേംസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എനി വൺ ടേം ക്യാൻ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഏത് ടേം 0 ആകാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കി. എ ഇ റേസ് ടു ആൽഫ ടി 0 ആകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ഇക്വേഷൻ 3ൽ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് എ ഇ റേസ് ടു ആൽഫ ടി ഈസ് ഈക്വൽ ടു എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അത് 0 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 എന്നാണ്. സോ ദ ബോഡി ഈസ് നോട്ട് ഓസിലേറ്റിംഗ് എന്നായി പോകും. അപ്പം അത് പോസിബിൾ അല്ല. പിന്നെ ഏതാണ് പോസിബിൾ? ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേം ദാറ്റ് ഇസ് ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ പ്ലസ് ഒമേഗ 0 സ്ക്വയർ 0 ആകാം അല്ലേ. അതൊരു ക്വാഡ്രാറ്റിക് ഫോമിൽ കിടക്കുകയാണ്. ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും എനിക്ക്. എ ഇ റേസ് ടു ആൽഫ ടി ഇസ് നോട്ട് ഈക്വൽ ടു 0. അത് 0 ആകില്ല, വിച്ച് ഇംപ്ലൈസ് ദി അതർ ടേം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. Now we have to solve this equation to find the unknown value. അതായത് ആൽഫ അൺനോൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ദി ഇക്വേഷൻ ഇസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടേണ്ടത്. സോ വി ക്യാൻ റൈറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ബി. മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ്, ഇവിടെ ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 2k ആണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ആൽഫയാണ് അല്ലേ. ആൽഫ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. ആൽഫ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് എ, ആൽഫയുടെ കോയഫിഷ്യൻ്റ് ആണ് ബി, ലാസ്റ്റ് വരുന്ന കോയഫിഷ്യൻ്റ് 1 ആണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ് സി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എഴുതാം ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് 2k പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 2kയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് 4k സ്ക്വയർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 ആണ്, സിയുടെ സ്ഥാനത്ത് ഒമേഗ 0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് വരും അല്ലേ. 2a എന്ന് പറഞ്ഞാൽ 2.
2 എന്ന് പറഞ്ഞാൽ 2 മാത്രം 2. ഓക്കെ, ഇനി നോക്കി, ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എല്ലാം 2 കോമൺ ഉണ്ട്, 2 എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബ്രാക്കറ്റിനകത്ത്, റൂട്ടിനകത്ത് ഈ 2 ഓൾറെഡി നമ്മൾ പുറത്തെടുത്തു, 4 കോമൺ ആണ്, 4 കോമൺ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 2 ആയി, ആ 2 കോമൺ എടുത്തു, ഇവിടുത്തെ 2 ഈ ഡിനോമിനേറ്ററുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. സോ ബാക്കിയുള്ളത് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ആൽഫയുടെ വാല്യൂ ഒരു സിംഗിൾ വാല്യൂ അല്ല, ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ആൻഡ് മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് വി ഗോട്ട് 2 values for alpha as alpha 1 and alpha 2. ഓക്കെ, സോ ദ കംപ്ലീറ്റ് സൊല്യൂഷൻ, അപ്പം നമ്മുടെ സൊല്യൂഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ്, മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. ദാറ്റ് ഇറ്റ് ഈസ് എ റേസ് ടു ആൽഫ ടി എന്ന് മാത്രമേ നമ്മൾ കൊടുത്തിരുന്നുള്ളൂ, പക്ഷേ അതിനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആൽഫയ്ക്ക് 2 വാല്യൂ കിട്ടി. അതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ആസ് എക്സ് ഇസ് ഈക്വൽ ടു a1 e റേസ് ടു ആൽഫ 1 ടി പ്ലസ് a2 e റേസ് ടു ആൽഫ 2 ടി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു a1 e റേസ് ടു ആൽഫ 1ന് പകരം മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി, ആൽഫ 1ൻ്റെ വാല്യൂ ആണ് ഇത്രയും, ഇൻറ്റു ടി പ്ലസ് a2 e റേസ് ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി എന്ന് കൊടുക്കുക. സോ ദിസ് ഇസ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. അതായത് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് നമ്മൾ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഈ കെ എന്ന് പറയുന്ന ഡാമ്പിംഗ് ഫാക്ടറിനെയും അതുപോലെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഒക്കെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദിസ് വാല്യൂ അതിന് 3 കേസ് വരും. അതിൽ ഒരു കേസിൽ മാത്രമേ അത് ഓസിലേറ്റ് ചെയ്യത്തുള്ളൂ, ബാക്കി 2 കേസും അത് ഓസിലേറ്റ് ചെയ്യില്ല. അതായത് ഡാമ്പിംഗ് ഫാക്ടർ ചിലപ്പോൾ കൂടാം, നാച്ചുറൽ ഫ്രീക്വൻസിയെക്കാട്ടിൽ കൂടാം, അല്ലെങ്കിൽ കുറയാം, അല്ലെങ്കിൽ അതുപോലെ ആകാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് 3 കേസ് വരും. അതിലൊന്ന് ഓസിലേഷൻ ആയിരിക്കും, ബാക്കി 2 ഓസിലേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹോപ്പ് ദാറ്റ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. താങ്ക് യു.